പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തല്ലോ. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മള് റോമാലേഖനം 11-ാം അധ്യായം ആണ് പഠിച്ചുകൊണ്ടിരുന്നതിന്റെ അവസാനത്തെ 3-4 വാക്യങ്ങള് 33, 34, 35, 36 വാക്യങ്ങൾ. 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവത്തെ അറിയുന്നതാണെന്ന് ദൈവജനത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യോഹന്നാൻ 17 കർത്താവ് പറഞ്ഞു, ഏകസത്യതയുമായി നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. നമ്മൾ ദൈവത്തെ അറിയാന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ അറിയാന്നുള്ളതാണ് അർത്ഥമാക്കുന്ന ഒരു കാര്യം. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിന്റെ ധനം എന്ന് പറയുമ്പോൾ റോമാലേഖനത്തിൽ എഫെസ്യൻസ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം കരുണയിൽ സമ്പന്നനാണ്. നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് അറിയാന്നുള്ളതാണ് ഒരു കാര്യം. കരുണയിൽ സമ്പന്നനാണെന്ന് പറയുമ്പോൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവന്റെ കരുണയെ അറിയും തോറും നമുക്ക് അവനിലുള്ള വിശ്വാസവും പ്രത്യാശയും ധൈര്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം ആ കരുണയുടെ ആഴം നമ്മൾ അറിയും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ ധൈര്യം വർദ്ധിക്കും, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും വർദ്ധിക്കും. അതുപോലെ ദൈവത്തിന്റെ ജ്ഞാനം, അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് വിഷമമുള്ള ഒരു കാര്യമാണ്. ദൈവത്തെ നമുക്ക് വളരെ ചെറിയ അളവിലേ നമുക്ക് ദൈവത്തെ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയുന്നതോറുമാണ് നമ്മൾ കൂടുതൽ നിത്യജീവന് അവകാശികളായി തീരുന്നത്. എന്ന് പറഞ്ഞാൽ ആ അറിവ് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നമ്മൾക്ക് വർദ്ധിപ്പിച്ചു തരികയും നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും. കൊലോസ്യയിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. അപ്പം നമ്മൾ ദൈവത്തെ അറിയും തോറും കൂടുതൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ കർത്താവിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലും. നമ്മുടെ സന്തോഷ സമയത്തും ദുഃഖത്തിന്റെ സമയത്തും പ്രശ്നങ്ങളുടെ സമയത്തും എല്ലാം നമ്മൾ ദൈവത്തിലേക്കായിരിക്കും ഓടിച്ചെല്ലും. ദൈവത്തിന്റെ വചനവും വാക്തത്വവും ആയിരിക്കും നമ്മളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും. ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാന്നുള്ളത് നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചെറിയ അളവില് നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയും തോറും കൂടിയ അളവിൽ നമ്മളത് ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ, അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം സ്ഥിരതയുള്ളതായിത്തീരും. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ധൈര്യവും പ്രത്യാശയും ഉറപ്പും ഒക്കെ ഉള്ളവരായിട്ട് തീരുന്നതിനിടയായി തീരും. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ, 22-12 നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവം സ്വർഗോന്നതത്തിൽ ഇല്ലയോ? നക്ഷത്രങ്ങൾ എത്ര ഉയർന്നിരിക്കുന്നു നോക്കുക. എന്നാൽ നീ ദൈവം എന്തറിയുന്നു? സൂര്യനിൽ ന്യായം വിധിക്കുമോ? കാണാതെ വണ്ണം മേഘങ്ങൾ അവന് മറവായിരിക്കുന്നു, ആകാശമണ്ഡലത്തിൽ ഉലാവുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നൊരു കാര്യം, ദൈവം സ്വർഗോന്നതത്തിൽ ഇല്ലയോ? നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം ഇതൊന്നും അറിയുന്നില്ല, കാണുന്നില്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? നമ്മൾ ദൈവത്തെ ശരിക്കും അറിയാത്തതിന്റെ അനന്തരഫലമായിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും. സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തില് ദാവീദ് ഇങ്ങനെ പറയുന്ന അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളില്, നിന്റെ വിരലുള്ള പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രമാണ്.
നമ്മൾ ദൈവത്തിന്റെ കൈപ്പണി, ദൈവത്തിന്റെ കൈവേലയെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങളെയാ കാണാൻ കഴിയും. ദൈവത്തിന്റെ വലിപ്പവും മഹത്വവും ആഴങ്ങളും അത് നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ മനസ്സ് ആ ഒരു തലത്തിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു തലത്തിലാണ് നിൽക്കുന്നത്. നമ്മള് ഒന്നാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നവനായ പ്രമാണം രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ന്യായപ്രമാണം നൽകിയ ദൈവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ന്യായപ്രമാണം മാത്രമല്ല, അത് നൽകിയ ദൈവത്തെയും നമ്മൾ അറിയാനുള്ള ഒരു ആഗ്രഹത്തോടെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട്. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കർത്താവെ, എനിക്ക് നിന്നെ അറിയണം. ഞാൻ വളരെ ചുരുങ്ങിയ അറിവുകൊണ്ട് പലപ്പോഴും തൃപ്തനായി പോകുന്നു, സമ്പന്നനായി പോകുന്നു. അതെനിക്ക് പോരാ. എനിക്ക് നിന്നെ അറിയണം, വ്യക്തിപരമായിട്ട് നിന്നെ കൂടുതൽ അറിയണമെന്നുള്ളൊരു നിലവിളി നമ്മുടെ ഉള്ളിൽ നിന്ന് നിരന്തരമായിട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരിക്കലും മോശ ദൈവത്തോട് അങ്ങനെ ഒന്ന് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. മോശയോട് ദൈവം പറഞ്ഞു, എന്നെ ആരും കണ്ടതിന് ശേഷം ആരും ജീവനോടെ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി നിന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, നിന്റെ പുറകുവശം നിനക്ക് കാണാമതാകും. നമുക്ക് നഗ്നനേത്രം കൊണ്ട് ഒരിക്കലും ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം സത്യമാണ്. നമ്മൾ ആത്മാവിലാണ് ദൈവത്തെ കാണുകയും അറിയുകയും ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നിരന്തരമായ ഒരു ദാഹത്തിന്റെ ആവശ്യമുണ്ട്, ദൈവത്തെ കാണാനും അറിയാനും. നമ്മളൊരു പാട്ട്, പഴയ കാലത്ത് ഇങ്ങനെ പാട്ടുണ്ട്, പരനെ നിന്നെ കാണുവാൻ എനിക്ക് അധികം കൊതിയുണ്ട്. ശരിക്കും അങ്ങനെ കൊതി നമ്മുടെ ഉള്ളിലുണ്ടോ? ദൈവത്തെ അറിയാൻ, ദൈവത്തെ കാണാൻ ആ നിലയിലുള്ള ഒരു വിശപ്പും ദാഹവും ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കുമെന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. തുടർന്ന് 34-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്ന, കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ, അവന് മന്ത്രിയായിരുന്നവൻ ആർ. യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങുന്നേ, തന്റെ ഉള്ളംകൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ. ദൈവം ചെയ്ത പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ഭൂമിയിലെ വെള്ളത്തിന്റെ അളവ് തന്റെ ഉള്ളം കൈ കൊണ്ട് അളക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും, തന്റെ കയ്യിലെ ചാണുകൊണ്ട് ആകാശത്തിന്റെ വലിപ്പം അളക്കുന്ന ദൈവം ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും എന്ന് പറഞ്ഞാൽ, ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ ഒരു നാഴിയിൽ കൊള്ളിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഭൂമിയുടെ ഒരു കോണിൽ ജീവനോടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെത്ര അത്ഭുതകരമായ ഒരു കാര്യമാണ്. പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ. 13-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവയുടെ മനസ്സ് ആരറിഞ്ഞറിയുകയോ, അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ. അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്. ഇവിടെ 34-ാമത്തെ വാക്യം നമ്മൾ അതാ വായിച്ച, കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവഭാഗം നിൽക്കുമ്പോൾ നമ്മൾ എത്ര താഴ്മയിൽ വേണം നിൽക്കാൻ എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇയ്യോബ് 41-ാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തോട് നേരെ തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ദൈവം തന്റെ ഒരു വെളിപ്പാട് അവന് കൊടുത്തതിന് ശേഷം അവന്റെ ഒരു മറുപടി ഉണ്ട് 41-ാമത്തെ അധ്യായത്തില്, 42-ാമത്തെ അധ്യായത്തിൽ അതിന്റെ
3 മുതലുള്ള വാക്യം 2 മുതൽ 1 തൊട്ട് തന്നെ പറയുന്നത്. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ച് കളയുന്നവർ ഇവനാർ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മളെ താഴ്മയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഉന്നത ചിന്തകളും നമ്മുടെ നിഗളവും അഹങ്കാരവും എല്ലാം ഇടിഞ്ഞു താന്നിട്ട് നമ്മൾ കൈകൊണ്ട് വാ പൊത്തി ഒരു മറുപടിയും ദൈവത്തോട് പറയാനില്ലാതെ വണ്ണം നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് നമ്മൾ ഇടയായിത്തീരും. പുതിയ തുടർച്ചയായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മളെ തന്നെ താഴ്ത്തുക. യഥാർത്ഥത്തിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാടാണ് നമ്മളെ താഴ്ത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. ദൈവത്തിന്റെ വലിപ്പം, അറിവ്, ജ്ഞാനം, ശക്തി, വിവേകം, ഇതിന്റെയൊക്കെ അംശങ്ങൾ നമ്മൾ അറിയും തോറും നമ്മൾ ചെറുതായി 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 വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ സ്വയമായിട്ട് നമ്മളെ തന്നെ താഴ്ത്താനായിട്ട് തുടങ്ങും. നമ്മൾ നിഗളിക്കുകയും ഉന്നതഭാവത്തോടെ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം നമ്മൾ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ദൈവത്തെക്കുറിച്ചുള്ള വിവേകം നമുക്ക് പ്രാപിക്കുന്നില്ല എന്നുള്ളതാണ്. അത് പ്രാപിക്കും തോറും നാം താഴ്മയുടെ വഴിയിൽ വന്നുകൊണ്ടേയിരിക്കും. തുടർന്ന് 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവന് വല്ലതും കൊടുത്തിട്ട് മുമ്പേ അവന് വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? 1 ദിനവൃത്താന്തം 29-ാമത്തെ അധ്യായത്തില് അവിടെ ദാവീദിന്റെ ഒരു ദൈവത്തോടുള്ള ഒരു സംഭാഷണമുണ്ട്. 21 ദിനവൃത്താന്തം 29-ാമത്തെ അധ്യായത്തില് അതിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ താൻ ഇങ്ങനെ പറയുന്നു, യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെ നിനക്കുള്ളതല്ലോ. യഹോവയെ, രാജ്യത്തിൽ നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ആയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തനാകുവാൻ ഞാൻ ആർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. സകലവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ദൈവത്തെ അറിയും തോറും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് തുടങ്ങും. അവിടെ ദാവീദ് പറയാണ്, സകലവും നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി തിരിച്ച് നിനക്ക് തരുന്നതേ ഉള്ളൂ. ഇവിടെ 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നേ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? നമ്മൾ ഈ സത്യങ്ങൾ അറിയും തോറും നമുക്ക് നമ്മളിൽ തന്നെയുള്ള പ്രശംസയും ഉന്നത ഭാവവും എല്ലാം തീർന്നിട്ട് നമ്മൾ താഴോട്ട് 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 വന്നുകൊണ്ടേയിരിക്കും. യോബ് പറഞ്ഞ പോലെ കൈകൊണ്ട് നമ്മൾ വാ പൊത്താനായിട്ട് തുടങ്ങും. കർത്താവെ, എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ സകല മഹത്വവും നിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ വരാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് 36-ാം വാക്യത്തിലേക്ക് വരുമ്പം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം. ആമേൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വീണ്ടും ജനിച്ച ദൈവമക്കളായതിനു ശേഷം എന്തെങ്കിലും നമ്മളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് വരുന്ന എല്ലാം മരണമാണ്, ദൈവത്തിനെതിരാണ്, സ്വന്തം മഹത്വം അന്വേഷിക്കുന്നതാണ്, സാത്താന്യമാണ്, നമ്മളെ തന്നെ ഉയർത്തുന്നതാണ് നമ്മളിൽ നിന്ന് വരുന്നത്. നമ്മൾ വീണ്ടും ജനിച്ചതിന് ശേഷം നമ്മൾ സകലവും അവനിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളിൽ തന്നെ വലുതും വരുമ്പോലെ സ്വയമായി നിരൂപിക്കാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ദൈവമായിട്ടുള്ളൊരു കണ്ടുമുട്ടലിലേക്ക് നമ്മൾ വന്നതിന് ശേഷം, വീണ്ടും ജനനത്തിന് ശേഷം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒന്നിനെയും നമ്മൾ സ്വീകരിക്കരുതെന്ന്. അതെല്ലാം അശുദ്ധമായിട്ടുള്ളതാണ്. നേരെ മറിച്ച് നമ്മുടെ ചിന്തകൾ പോലും ദൈവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതായിരിക്കണം, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട് നമ്മളിലേക്ക് വരുന്നതായിരിക്കണം. എപ്പോഴും നമ്മുടെ ക്രിസ്തീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ജീവനും ദൈവിക ജീവനും തമ്മിലുള്ള ഒരു പോരാട്ടം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവൻ എന്ന് പറയുമ്പോൾ ആദാമിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ വ്യർത്ഥവും ഋതുപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്, നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വന്നതെല്ലാം, നമ്മൾ ഉണ്ടായിരുന്നതെല്ലാം ആദാമിൽ നിന്ന് വന്നതാണ്. അതിനെ ദൈവം അംഗീകരിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല, ദൈവം അതിനെ വെറുക്കുന്നു. നമ്മൾ ലൂക്കോസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ കണ്ണിന് മുമ്പിൽ ഉന്നതമായത് ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ അറപ്പാണ്. നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ അറപ്പാണ്. പക്ഷെ എവിടെ നമ്മൾ സ്വീകരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വേണം നമ്മുടെ ചിന്തകൾ ഉയർന്നു വരാനായിട്ട്, പുതിയ സൃഷ്ടിയിൽ നിന്ന്. എപ്പോഴും നമ്മുടെ ചിന്തകളും ദൈവത്തിന്റെ ചിന്തകളും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, എന്നിൽ എന്ന് വെച്ചാൽ ജഡത്തിൽ ഒരു നന്മയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് എനിക്ക് ദാനമായിട്ട് കിട്ടിയതായിരിക്കണം. പറയുന്നില്ല അപ്പോസ്തലൻ പറഞ്ഞു, നിനക്ക് ലഭിച്ചതെങ്കിലോ നീ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? നമ്മളിൽ തന്നെ ദൈവികമായിട്ടുള്ള ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും ജനത്തിലൂടെ ആത്മാവിൽ നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിന് ശേഷം ആത്മാവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് മാത്രമേ ദൈവികമായിട്ടുള്ളതുള്ളൂ. ആത്മാവ് എപ്പോഴും ദൈവത്തിൽ നിന്നേ സ്വീകരിക്കത്തുള്ളൂ, ദൈവത്തിനുള്ളതേ സ്വീകരിക്കത്തുള്ളൂ. നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തില് ഈ രണ്ട് തലങ്ങളിലുള്ള ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. നമ്മൾ സുബോധത്തോടെ ഇരുന്നാലേ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. ആത്മീയ ജ്ഞാനമാണ് ആ തിരിച്ചറിവ് നമുക്ക് നൽകുന്നത്. നമ്മളിൽ തന്നെ വരുന്നതെല്ലാം ദൈവേഷ്ടത്തിനും ദൈവഹിതത്തിനും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളതിനെ തിരിച്ചറിയേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് എബ്രായർ 4:12 ദൈവത്തിന്റെ വചനം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്, അത് ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മുറിച്ചേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എവിടെ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്? എന്നിൽ തന്നെയാണോ, ദൈവത്തിൽ നിന്നാണോ, സ്വയമായിട്ടുള്ളതാണോ, ആത്മാവിൽ നിന്നുള്ളതാണോ? ഇതിനെക്കുറിച്ചൊരു ബോധ്യം തരാനാ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്ക് അനുസരണമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. പക്ഷെ നമ്മൾ ദൈവിക ചിന്ത പ്രകാരം വേണം കാര്യങ്ങളെ വിലയിരിക്കുക, അല്ലെ ദൈവവചനപ്രകാരം വേണം. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മളിൽ നിന്ന് വരുന്നതും ദൈവത്തിൽ നിന്ന് വരുന്നതും തമ്മിൽ നമ്മളെ വേർതിരിച്ച് കാണിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുണ്ട്. നമ്മളെ തന്നെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളിൽ നിന്ന് വരുന്നതിനെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൽ നിന്ന് വരുന്നതിനെ സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലുള്ള പ്രായോഗികമായിട്ട് നിരന്തരമായിട്ട് ദൈവം ഇങ്ങനത്തെ വഴികളോട് നമ്മളെ കടത്തിവിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവൻ എന്തുമാത്രം ശക്തമാണെന്ന് കാണിക്കാനായിട്ട് വിവിധ പരീക്ഷകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും. നമുക്കത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു സെൻസിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുബോധത്തിലാണോ ജീവിക്കുന്നത്? ദൈവത്തിലേക്ക് വരുമ്പം സുബോധം എന്നുള്ള ഒരു പദപ്രയോഗം നിരന്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സുബോധം ഇല്ലെങ്കിൽ നമ്മൾ കിണിയിൽ അകപ്പെട്ടു പോകും. അപ്പൊ കുറ്റപ്പെടുത്താനുള്ളൊരു, പിറുപിറുക്കാനുള്ള ഒരു പരീക്ഷ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അതുപോലെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നുമ്പോൾ തിരിച്ചു പറയാനുള്ള
ഒരു പ്രതികരണവും നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, ശരിക്കും ഭർത്താക്കന്മാരുള്ള ബന്ധത്തിൽ ഭാര്യമാരെ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പം ആദ്യം നമ്മുടെ ജീവനിൽ നിന്നാണ് ഒരു ഉയർച്ച നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് ബദല് പറയാനും അവസരം കിട്ടുമ്പം അങ്ങനെ ഒരു സാഹചര്യം ഭാര്യയുടെ ജീവിതത്തിൽ വരുമ്പോൾ തിരിച്ചടിക്കാനും പ്രതികാരം ചെയ്യാനുമുള്ള ഒരു ചിന്ത അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടോ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ? ഇപ്പം ഇന്നിങ്ങനെ ഞാൻ അങ്ങനത്തെ ചെറിയ പരീക്ഷ എന്റെ ജീവിതത്തിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് വന്നു, ഫാൻ ഓഫാക്കിയില്ല. അപ്പം സിസ്റ്റർ കുറച്ച് കഴിഞ്ഞ് ചെന്നപ്പോ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ ഫാൻ ഓഫാക്കാണ്ടാണ് എഴുന്നേറ്റ് പോയേ? അപ്പൊ എന്റെ ഉള്ളിൽ ആദ്യം വന്ന ചിന്ത, ഇനി അടുത്തൊരു ചാൻസ് പറഞ്ഞിട്ട് ഞാനും പിടിച്ചോളാം. നമ്മളിൽ തന്നെ ഈ ദൈവിക ജീവിത വിരുദ്ധമായിട്ടുള്ളതാണ് ഉയർന്നു വരുന്നത്. പ്രതികാരം ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വീണ്ടും അവശേഷിക്കുന്നത് നമുക്ക് നിങ്ങളുടെ പരീക്ഷകളിൽ കാണാൻ കഴിയും. അവിടെ നമ്മളെ തന്നെ താഴ്ത്തുകയും പ്രതികാരം ചെയ്യാതിരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് വരികയും ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. അല്ലെ, കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ സ്വസ്ഥതയോടെ അതിനെ സ്വീകരിക്കാനുള്ള ഒരു താഴ്മ. പക്ഷെ നമ്മുടെ ജീവൻ വളരെ ശക്തമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കടന്നു പോകാനായിട്ട് കഴിയാറില്ല പലപ്പോഴും. അപ്പൊ നമ്മൾ ആ ഒരു ചിന്തയ്ക്ക് ഇടകൊടുത്താൽ വളരെ പെട്ടെന്ന് സാത്താൻ നമ്മുടെ ചിന്തകളെ തലതിരിച്ചുകളെ മറച്ചുകളെ. കൂട്ടായ്മ നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും. ആ സ്ഥാനത്ത് വെറുവെറുപ്പും പരാതിയും കയ്പും വെറുപ്പും ഒക്കെ വരാനായിട്ട് ഇടയായിത്തീരും. സാഗ്ലർ പലപ്പോഴും പറയാറുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കാറുണ്ട്, ഒരു കോഴിത്തൂവല് മതി സാത്താനെ നമ്മളെ വീഴിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യങ്ങളിൽ പോലും സാത്താൻ നമ്മളെ വീഴിക്കാൻ കഴിയും. അപ്പൊ നമ്മള് ഈ താഴ്മയുടെ വഴിയിൽ നിൽക്കുന്നിടത്ത് മാത്രമേ നമുക്ക് സുബോധത്തിൽ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. ആ സുബോധം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് നമ്മളിൽ തന്നെയാണോ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ എല്ലായ്പ്പോഴും തിരിച്ചറിയണം. നമ്മുടെ ചിന്തകള്, നമ്മുടെ നിരൂപണങ്ങള്, നമ്മുടെ വാക്കുകള്, ഇത് എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ വായിച്ച സകലവും അവനിൽ നിന്ന്. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ നിന്ന് വരുന്നതല്ലാത്ത ഒന്നും നമ്മൾ കൈക്കൊള്ളാൻ തയ്യാറായിരിക്കരുത്. നമ്മളൊരു പാടി പാടാറില്ല, നിനക്കുള്ളതല്ലാത്ത ഒന്നും വിലമതിക്കത്തില്ല, വിലമതിക്കില്ല, വിലമതിക്കില്ല. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നതിനെ മാത്രമേ നമ്മൾ വിലമതിക്കാവൂ. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ പോരാട്ടം നടക്കുന്നത്. പലപ്പോഴും നമ്മളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പലതിനെയും വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നും, ജ്ഞാനമുള്ളതായിട്ട് തോന്നും. പക്ഷെ അത് നമ്മളെ കൊണ്ട് കെണിയിലകപ്പെടും. നമ്മൾ പിശാചിന്റെ കെണിയിലകപ്പെടുമ്പോഴാണ് നമുക്ക് സുബോധം നഷ്ടപ്പെടുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് തന്നെ ഒരു എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവ് നമുക്ക് ഉണ്ടാകത്തില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, സോഹനെ വഹിക്കുന്നവനെല്ലാം ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടവനെ കണ്ണു കുരുടാക്കിയാൽ താൻ എങ്ങോട്ട് പോകുന്നു തനിക്ക് അറിയത്തില്ല. അപ്പൊ ഒരു പകിക്കന്റെ ഉള്ളിൽ എന്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ ഒരു നീരസത്തിന് ഞാൻ ഇടകൊടുത്താൽ എന്റെ കണ്ണുകുരുടായി, ആത്മീയ കണ്ണുകുരുടായി. ഇത് ഞാൻ എങ്ങോട്ട് പോകുന്നെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പൊ ഞാൻ അവിടെ ആ ചെറിയൊരു നീരസത്തോ കയ്പോ കാണുന്നിടത്ത് അതിനെ ഉന്മൂലനാശം വരുത്താനുള്ള ഒരു സമർപ്പണമാണ് ദൈവസന്നിധി എനിക്ക് വേണ്ടിയത്. ഞാൻ അതിനെ താലോലിക്കുകയോ ലാളിക്കുകയോ അതിന് വളരാൻ അനുവദിക്കുകയോ ചെയ്താൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു, സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. ആ സ്ഥാനത്ത് അസ്വസ്ഥത സാവകാശം വളർന്നു വരും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവത്തിൽ നിന്നുള്ളതിനെ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ആ ചിന്തയിലാണല്ലോ സകലവും ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ ദൈവവചനത്തിലൂടെയാണ് ദൈവചിന്തകൾ ഇടുന്നത്, ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വചനത്തെ മുറുകെ പിടിക്കേണ്ട ഒരു ആവശ്യമുള്ളത്. സകലവും അവനിൽ നിന്നും അവനാല്. ആ ചിന്തകൾ നമുക്ക് തരുന്ന ദൈവമാണ്. ആ ചിന്തകളെ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശക്തിയും ദൈവം തരുന്നത്. നമ്മുടെ സ്വന്തം ശക്തി എപ്പോഴും ദൈവത്തിനെതിരാണ്. സ്വന്തം ശക്തിയെ ദൈവം വെറുക്കുന്നുണ്ട്.
ജഡത്തിന്റെ ശക്തിയെ ദൈവം വെറുക്കുന്നു. നമ്മുടെ ചിന്തകളിൽ വരുന്ന മിക്കവാറും എല്ലാം തന്നെ ദൈവത്തിന് വെറുപ്പാണ്. കാരണം നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ചിന്തകൾ പലപ്പോഴും നമ്മളെ തെറ്റിച്ച് കളയുന്നതാണ്. നമ്മുടെ ഹൃദയം തന്നെ നമ്മളെ വഞ്ചിക്കുന്നതാണെന്ന് തിരുമേപ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ തെറ്റിച്ച് കളയുന്നു. ഒരു കാന്തയായിരിക്കുക എന്നുള്ള ആ വിളിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം ജാഗ്രതയുള്ളവരായിരിക്കണം, എന്തുമാത്രം ആത്മാവിന്റെ നിറവ് നമുക്ക് ആവശ്യമുണ്ട്. ഈ ആത്മാവിന്റെ നിറവിൽ നിൽക്കുമ്പോഴേ ഈ സുബോധം നമുക്ക് ഉണ്ടാകത്തുള്ളൂ, ശക്തി നമ്മളിൽ വസിക്കത്തുള്ളൂ, ദൈവവഴി നമുക്ക് നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷെ പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ആവശ്യബോധം നമുക്കില്ല എന്നുള്ള കാര്യം നമ്മൾ വീഴുമ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്മാവിന്റെ സാന്നിധ്യം നമ്മളുടെ അതിൻ്റെതായ നിലയിൽ വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കൃപ എന്ന് പറയുമ്പം ആത്മാവിൽ നിന്ന് വരുന്നതാണ് കൃപ. നമ്മൾ പാപം ചെയ്യുമ്പം എവിടെയോ നമ്മൾ നിഗളിച്ചു പോയിട്ടുണ്ട്, നമ്മൾ കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിട്ടുണ്ട്. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് യോബ് പറയുമ്പോൾ, ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി താനവിടെ പറഞ്ഞിരിക്കുന്ന യോബിന്റെ പുസ്തകം 36-ാം അധ്യായത്തിലാണ്. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിപെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. നമ്മൾ വീഴുമ്പോൾ എവിടെയോ നമുക്ക് നിഗളം വന്നിട്ടുണ്ട്, അഹങ്കാരം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവം കൃപ നമ്മളിൽ നിന്ന് പിൻവലിച്ചതും നമ്മൾ വീഴാനിടയായിത്തീരുന്നത്. ഒരു സ്നേഹശൂന്യമായ മനോഭാവം, വിധിക്കുന്ന മനോഭാവം, ഒരു കയ്പിന്റെ അംശം നമ്മളിൽ വരുമ്പോൾ ദൈവകൃപ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ ദൈവം ചെയ്യുന്നൊരു കാര്യം, അവനവർക്ക് അവരുടെ പ്രവൃത്തി, 9-ാം വാക്യം 36-9 അവനവർക്ക് അവരുടെ പ്രവൃത്തിയെയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളെയും കാണിച്ചു കൊടുക്കും. അവൻ അവരുടെ ചെവി പ്രബോധനത്തിൽ തുറക്കുന്നു, അവർ നീതികേട് വിട്ടു തിരുവാൻ കൽപ്പിക്കുന്നു. അപ്പൊ നമ്മൾ കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ, അസമാധാനം വരുമ്പോൾ, പരാതിയും പിറുപിറുപ്പും വരുമ്പോൾ കൃപയിൽ നമ്മൾ അന്യപ്പെട്ടു പോയത് കൊണ്ടാണ്. കൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്മേലൊക്കെ ജയാളിയായിട്ട് നടക്കാനായിട്ട് കഴിയും. നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കൃപയ്ക്ക് എത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയല്ല. കൃപ നഷ്ടപ്പെടാനുള്ള കാരണം നമ്മൾ നിഗളിച്ചു പോകുന്നതാണ്. എവിടെയോ നമുക്ക് നിഗളം വന്നു. അവിടെ നാം നമ്മെ തന്നെ ന്യായീകരിക്കാതെ സത്യസന്ധരായിട്ട് ദൈവസന്നിധിയിൽ ചെന്നിട്ട്, കർത്താവേ, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് ഞാൻ നിഗളിച്ചു പോയത്? ഈ നിഗളം പോലും ചിന്തയിലാ വരുന്നത്. നമ്മളിൽ തന്നെയുള്ള ഒരു സ്വയം പ്രശംസയും ഒരു സ്വയം സംതൃപ്തിയും, ഞാൻ എവിടെയൊക്കെ ആയിപ്പോയി എന്നുള്ളൊരു ചിന്തയും, സാത്താൻ ഇങ്ങനത്തെ വിവിധ ചിന്തകൾ നമ്മളിൽ കൊണ്ടിട്ടിട്ടാണ് നമ്മളെ തെറ്റിക്കുന്നത്. മത്തായി 5:3 അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മുടെ അവസാനം വരെയും ഞാൻ ദരിദ്രനാണ് കർത്താവേ എന്നുള്ള ഒരു നിരന്തര ബോധ്യത്തിൽ വേണം നമ്മൾ നടക്കാൻ. ദൈവം ആ ബോധ്യത്തിൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ ശക്തി നമ്മുടെ മേലെ ആവസിക്കും. കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ വന്ന് വസിക്കുന്നതിന്റെ ഒരു തെളിവ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. എഫീസർ 5-ാം അധ്യായത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും. എഫീസർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിലാണ്. ബുദ്ധിഹീനരായ കർത്താവിന്റെ ഇഷ്ടത്തിൽ ഗ്രഹിച്ചുകൊള്ളുകയും വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവില്ല, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നമ്മളിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഒരു തെളിവ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്തുതിയുടെ ആത്മാവുണ്ടാവും. നന്ദി, സ്തുതി, സ്തോത്രം. പക്ഷെ നമ്മുടെ ഉള്ളിൽ പരാതിയും പിറുപിറുപ്പും ഉണ്ടെങ്കിൽ അത് കാണിക്കുന്ന ആത്മാവിന്റെ നിറവിൽ നമ്മൾ അന്യപ്പെട്ടു പോയി, കൃപയിൽ നമ്മൾ വീണുപോയി എന്നുള്ളതാണ്. ആത്മാവ് നിറഞ്ഞ ഒരാളുടെ ഉള്ളിലുള്ളത് എപ്പോഴും സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മീയ ഗീതങ്ങളാലും
തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും വിവർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവപിതാവിന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുകയും. നമ്മൾ കൃപയിൽ നിൽക്കുമ്പം, ആത്മാവിന്റെ നിറവിൽ നിൽക്കുമ്പം എല്ലാറ്റിനും വേണ്ടി സ്തോത്രം വരും. അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോഴും അതിന്റെ ഇഷ്ടത്തിന് അനുസരണമായി സംഭവിക്കുമ്പോഴും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒരു സ്തോത്രവും സ്തുതിയായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ പരാതിയും വെറുപ്പും വരുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്ന ആത്മാവിന്റെ നിറവിന്റെ അഭാവം നമ്മളിലുണ്ടെന്നുള്ളതാണ്. ഈ ആത്മശക്തി നമ്മുടെ മേൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. അല്ലേ? പലപ്പോൾ എബ്രായറിൽ 3-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുകയും. ഡെയിലി, ഇന്ന് എന്ന് പറയുന്നിടത്തോളം, എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അല്ല, ശരിക്കും വേണ്ടി നമുക്ക് എല്ലാ മിനിറ്റുകളിലും ആവശ്യമുണ്ട്. അപ്പൊ പ്രബോധനം അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം ഉണ്ട്. എവിടുന്ന് പ്രബോധനം വന്നാലും പാപത്തിന്റെ ചതിക്കെതിരായിട്ട് ആര് നമ്മളോട് സംസാരിച്ചാലും നമ്മളതിനെ സ്വീകരിക്കാൻ താഴ്മയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ സൗകര്യമാരൊക്കെ പറയും, നമ്മളന്നേരം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഒരിക്കലും ചെയ്യരുത്. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ശരിയാണോ പറഞ്ഞത്? നമ്മുടെ ഈഗോ പലപ്പോഴും അതിന് സമ്മതിക്കത്തില്ല. നമ്മുടെ സ്വന്തം ജീവൻ ഇന്നും നമ്മളിൽ വളരെ ശക്തിയോടെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മുറിപ്പെടുകയും അസ്വസ്ഥരാകുകയും തിരിച്ചടിക്കാനുള്ള ആ ചിന്തകൾ നമ്മൾ വരികയും ഇതിന്റെ കാരണം അതാണ്. നാം സ്വയത്തിന് മരിക്കാൻ പലപ്പോഴും വിസമ്മതിക്കുന്നു. നമ്മളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോസ്തലൻ കൊരിന്ത്യരിൽ പറഞ്ഞു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. 2 കൊരിന്ത്യർ 4 നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതളവിൽ മരണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നോ ആ അളവിൽ നമ്മളിലുമുണ്ട് ജീവൻ. ആ ജീവൻ മറ്റുള്ളവരിലേക്കും വ്യാപിക്കാനിടയായി തീരും. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവും സ്വസ്ഥതയും നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാനായിട്ട് ഇടയായി തീരും. നമ്മുടെ റോമാലേഖനം 14-ാം അധ്യായത്തില് 12-ാം അധ്യായത്തില് 18-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. മോളിൽ പറഞ്ഞു തുടങ്ങുന്ന 14 നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവീൻ, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായി മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ ചിന്തകൾ ഈ നിലയിലുള്ളതാണോ അതോ നമ്മൾ തന്നെ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്? അപ്പൊ നമ്മൾ ദിനംപ്രതി നമ്മളെ തന്നെ വിധിക്കുന്നവരാണെങ്കിൽ, വിധിച്ച് നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മളെ തന്നെ സ്വയത്തിന്റെ മരണത്തിന് ഏൽപ്പിക്കുന്നിടത്താണ് ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നത്. ഇല്ലെങ്കിൽ ആ ശക്തി നമ്മുടെ മേൽ ഉണ്ടാവത്തില്ല. അതിന്റെ അനന്തരഫലം നമ്മൾ വീണ്ടും 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 പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. 2 കൊരിന്ത്യർ 13 പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോ 12 അതിന്റെ 9 വാക്യം നമ്മളിങ്ങനെ വായിക്കും. 2 കൊരിന്ത്യർ 12:9 മുതൽ, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് അതിസന്തോഷത്തിൽ എന്റെ ബലഹീനതയിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യാതെ, നമ്മളെ തന്നെ ന്യായീകരിക്കാതെ,
നമ്മളെ തന്നെ താഴ്ത്തുന്നിടത്താണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കുന്നത്. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ആവസിക്കുമ്പോൾ അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിക്കൊണ്ടേയിരിക്കും. സന്തോഷം, സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിരന്തരമായിട്ട് അനുഭവിക്കാൻ കഴിയും. പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ചില സമയങ്ങളിലുണ്ട് ഇത്, ചില സമയത്തിൽ ഇതെല്ലാം നമുക്ക് വിട്ടുപോകും. ചില സമയത്ത് നമ്മൾ വളരെ സ്വസ്ഥരാണ്, ചില സമയത്ത് നമ്മൾ വളരെ അസ്വസ്ഥരാണ്. അത് കാണിക്കുന്നത് നമ്മൾ കൃപയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്, അല്ല താഴ്മയിൽ നിലനിൽക്കുന്ന ഇല്ല എന്നുള്ളതാണ്. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഫിലിപ്പിയരുടെ അപ്പസ്തലൻ തന്നെത്താൻ താഴ്ത്തി, നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടെ സമത്വം മുറുകെ പിടിച്ചോണെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. താഴോട്ട് 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 താഴോട്ടുള്ളൊരു യാത്രയായിരുന്നു. നമ്മൾ പിന്നെ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ നമ്മളെ ഉയർത്തുന്ന പ്രക്രിയ, നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയ കർത്താവാ ചെയ്യും. നമ്മൾ ഒന്ന് ചെയ്താൽ മതി, നമ്മുടെ ഭാഗം നമ്മളെ തന്നെ താഴ്ത്തുക. അത് ഭാര്യയുടെ മുമ്പിലാണേലും, ഭർത്താവിന്റെ മുമ്പിലാണേലും, മക്കളുടെ മുമ്പിലാണേലും, സൗരസാറിന്റെ മുമ്പിലാണേലും, ശത്രുവിന്റെ മുമ്പിലാണേലും. പലപ്പോഴും ശത്രുക്കളാണ് നമ്മളെ കുറിച്ചുള്ള സത്യം തുറന്നു പറയുന്നവർ, ഒരു മയവും ഇല്ലാത്തവർ, അല്ലേ? നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരു മയമില്ലാണ്ട് നമ്മളെ കുറിച്ച് തുറന്നു പറയില്ല. അവരിങ്ങനെ അറ്റവും വാലൊക്കെ പറഞ്ഞ് നമ്മളെ മുറിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു ശത്രു ഒരു ദാക്ഷിണ്യം ഇല്ലാണ്ട് നമ്മളെ കുറിച്ചുള്ള സത്യം വിളിച്ചു പറയും. കഴുത ബിലിയാമിനോട് സംസാരിച്ചതുപോലെ അത് കേൾക്കുമ്പോൾ നമ്മൾ താഴ്മയുള്ളവരാണ്, നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തും. കൂടുതൽ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിന്റെ കൃപയ്ക്കും കരുണയ്ക്കും വേണ്ടി കർത്താവിന്റെ അടുക്കൽ ചെല്ലും. അങ്ങനെയുള്ളവരുടെ മേലാണ് ദൈവത്തിന്റെ ശക്തി ആവസിക്കുന്നത്. ഒന്നാമത് ഇത് വരുന്നത് ദൈവത്തിൽ നിന്നാണ്. രണ്ടാമത് ഇത് ചെയ്യുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നു, അവങ്കലേക്കും ആകുന്നുവല്ലോ അവൻ എന്നേക്കും മഹത്വം, ആമേൻ. അപ്പൊ ഇതെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താ? ദൈവത്തിന് മഹത്വം കൊടുക്കും. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോഴെല്ലാം കാണുന്ന പദപ്രയോഗമുണ്ട്. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ ഇത് കണ്ടൊരു മഹത്വപ്പെടുത്തി. കർത്താവ് ഓരോ അത്ഭുതം ചെയ്തു കഴിയുമ്പോഴും ഒരു കർത്താവിനെ മഹത്വപ്പെടുത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നു. മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ മറഞ്ഞിരിക്കാൻ എപ്പോഴും ശ്രമിച്ചത്, അല്ലേ? എപ്പോഴും പിതാവിനെ മഹത്വപ്പെടുത്താനാണ് കർത്താവ് ശ്രമിച്ചത്. ഞാനല്ല ഇതെല്ലാം ചെയ്യുന്നത്, എൻ്റെ പിതാവാണ് ചെയ്യുന്നത്. പിതാവ് എന്നിലൂടെ ചെയ്യുന്നതായി, ഞാനൊരു ഉപകരണം മാത്രമാണ്, പിതാവാണ് എന്നിൽ വസിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരന്മാരെ. നമ്മുടെ ക്രിസ്തീയത്വമുള്ള ബന്ധത്തിൽ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വളരെ ജാഗ്രതയുള്ളവരായിരിക്കേണ്ട ഒരു ആവശ്യം. കർത്താവ് അതുകൊണ്ട് ഫിലിപ്പിയർ പറഞ്ഞില്ല, നിങ്ങളെ കുറിച്ചല്ല തിന്മയും കളവായി പറയുമ്പോൾ സന്തോഷിച്ച് തുള്ളി ചാടുവീൻ. പക്ഷെ എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നമ്മുടെ ആന്തരിക മനോഭാവം എന്താ? പലപ്പോഴും നമ്മൾ പ്രശംസിക്കുന്ന കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ വചനം സംസാരിച്ച ശേഷം മറ്റുള്ളവർ നമ്മൾ പറഞ്ഞ വാക്യങ്ങൾ കൂട്ടി ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കുള്ളിലൊരു സുഖമുണ്ട്. എന്തോ ഒരു സന്തോഷമോ നമ്മളിൽ തന്നെ ഒരു പ്രശംസയോ. അത് കാണിക്കുന്നത് ദൈവത്തിൽ നിന്ന് വന്നൊരു വേടായിരുന്നില്ല. ദൈവത്തിൽ നിന്ന് വന്ന ഒരു വേടായിരുന്നെങ്കിൽ നമ്മളെ കൂട്ടി ചെയ്യപ്പെടുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തും. നമുക്കതിനോട് എന്താ, ഇപ്പം നിങ്ങളെ പ്രശംസി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ പോലെ ഞാൻ നമ്മളെ തന്നെ താഴ്ത്തി കർത്താവിൽ മറഞ്ഞിരിക്കാനുള്ള പോരാട്ടത്തിലായിരിക്കും. കർത്താവിൽ സകല മഹത്വത്തിന് യോഗ്യൻ നീയാണ്, ഞാനൊരു ഉപകരണം മാത്രമാണ്, ലൗഡ് സ്പീക്കർ. ദൈവത്തിന്റെ പ്രവൃത്തികളെ തിരിച്ചറിയും തോറും, ദൈവത്തെ അറിയും തോറും നമ്മൾ അങ്ങനെയുള്ള ഒരു ആന്തരിക മനോഭാവത്തിലേക്കും ജീവിതത്തിലേക്കും പ്രവേശിക്കും. നമ്മൾ കൂടുതൽ 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 ചെറുതായിക്കൊണ്ടേയിരിക്കും, താന്നുകൊണ്ടേയിരിക്കും. നമ്മള് മഹത്വം നേരെ ദൈവത്തിന് കൊടുക്കും. നമ്മൾ അതിൻ്റെ ഒരു അംശം പോലും എടുക്കുകയില്ല. പ്രതികാരം എനിക്കുള്ളതെന്ന് പറഞ്ഞ പോലെ തന്നെ മഹത്വം ദൈവത്തിനുള്ളതാണ്. ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ നമ്മുടെ
ഉള്ളിലെല്ലാം മഹത്വം എടുക്കാനുള്ള ഒരു പരീക്ഷണം നിരന്തരമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രശംസ സ്വീകരിക്കാൻ, അംഗീകരിക്കപ്പെടാൻ, പ്രശംസിക്കപ്പെടാൻ. പക്ഷെ നമ്മളതിന് മരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അംഗീകാരവും പ്രശംസയും എല്ലാം നമ്മൾ ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മളിൽ തന്നെ മരണത്തിന് യോഗ്യമായിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വിടാനായിട്ട് സുബോധവും താഴ്മയുള്ളവരായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ഇങ്ങനെ പ്രവൃത്തി ചെയ്ത് നമ്മളെ കറ ചുളുക്കം വാട്ടം മാലിന്യമൊന്നും ഇല്ലാത്ത ഒരു കാന്തിയാക്കി തീർക്കാൻ ആഗ്രഹിക്കും. ഒറ്റയടിക്കല്ല നമ്മളങ്ങനെ ആയിത്തീരുന്നത്. ഒരു നീണ്ട പോരാട്ടമാണ്. നാളുതോറും ക്രൂശെടുത്ത് കർത്താവിന്റെ പിന്നാലെ നടക്കുന്നതിന് അനന്തരഫലമായിട്ടാണ്. എപ്പോഴെങ്കിലും നമ്മൾ ആ ക്രൂശ് താഴെ വെച്ചാൽ നമ്മൾ വളരാൻ തുടങ്ങും. നമ്മൾ നിരന്തരമായിട്ട് ആ ക്രൂശ് വഹിക്കുന്നവരാണെങ്കിൽ, സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിക്കുന്നവരാണെങ്കിൽ, ആ ദൈവിക ജീവന്റെ ഒരു നിറവ് നമ്മൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. യോഹന്നാൻ 7:37 പറഞ്ഞ പോലെ, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മുടെ ഉള്ളിൽ നിന്ന് നദികളായിട്ട് ഒഴുകാനായിട്ട് തുടങ്ങും. നമ്മളെല്ലാവരും ഈ പരിശോധനകളെ നേരിടുന്നവരാ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ. നമ്മളെ തന്നെ വിധിക്കുകയും നമ്മൾ ഈ സത്യം കണ്ടെത്തുകയും നമ്മളെ തന്നെ താഴ്ത്തുകയും ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി വിധേയപ്പെടുത്തുകയും ചെയ്യുന്ന ഇടത്താണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിയും, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. ഒരു ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്ന പോലെ ആദ്യം നാം നമ്മെ തന്നെയാണ് കണ്ടെത്തുന്നത്. നമ്മെ തന്നെ പരിശോധിച്ച് നമ്മുടെ രോഗം കണ്ടെത്തി കർത്താവിന്റെ അടുക്കിച്ച് നമ്മൾ സൗഖ്യം പ്രാപിച്ചതിന് ശേഷം മറ്റുള്ളവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു രോഗം എവിടെയാണ്, അവരുടെ പ്രശ്നം എവിടെ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നമ്മളെ തന്നെ നമ്മൾ വിധിക്കുന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഒരു ജ്ഞാനത്തിലേക്ക് വളരാൻ കഴിയത്തില്ല. അപ്പം ഈ എല്ലാ ഗിഫ്റ്റും ദൈവം നമുക്ക് തരുന്നത് സഭയെ ശുശ്രൂഷിക്കാനായിട്ടാണ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടാണ്. എല്ലാ വരങ്ങളും ദൈവം നമുക്ക് തരുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ടാണ്, നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ടല്ല. നമ്മൾ താഴ്മയുടെ വഴി നിൽക്കും തോറും ദൈവം തന്റെ കൃപയാലും ശക്തിയാലും നമ്മളെ നിറച്ചുകൊണ്ടേയിരിക്കും. അത് മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്താനുള്ള ഒരാത്മശക്തിയിലേക്ക് നമ്മളെ നടത്തും. നമ്മൾ കുറ്റപ്പെടുത്തുന്ന മനോഭാവത്തിൽ നിന്ന് സഹായിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് പോകും. യൂതലേഖനത്തിലാണ് ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകിച്ചുകൊണ്ട് ചിലർക്ക് കരുണ കാണിപ്പീൻ. നമ്മൾ ഒരു പോരാട്ടത്തിൽ ദൈവകൃപ പ്രാപിച്ചവരാണെങ്കിൽ പോരാട്ടത്തിലായിരിക്കുന്ന മറ്റുള്ളവരെയും സഹായിക്കാനുള്ള ഒരു താഴ്മയും മനസ്സും നമ്മുടെ ഉള്ളിലുണ്ടാകും. അവരെ വിധിക്കാനല്ല, അവരെ സഹായിക്കാൻ. കർത്താവ് പറഞ്ഞല്ലോ, മനുഷ്യപുത്രൻ വന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാനായിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവൃത്തി ചെയ്യുന്നതിന് ഉദ്ദേശം മറ്റുള്ളവരെ വിധിക്കാനല്ല, നാം മുഖാന്തരം മറ്റുള്ളവരെ രക്ഷയിലേക്ക് വരാനാ, അവരെ സഹായിക്കാനാ, ഉത്സാഹിപ്പിക്കാനാ, പ്രബോധിപ്പിക്കാനാ, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താനാണ്. നമ്മൾ ആ ദൈവിക വഴിയിലാകുമ്പോൾ അതൊരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും. അല്ലെങ്കിൽ പ്രശംസയൊക്കെ നമ്മൾ എടുക്കും, നമ്മളിൽ തന്നെ പുകഴുന്നവരായിട്ട് ദൈവകൃപയിൽ നമ്മൾ അന്യപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ, ദൈവിക വെളിച്ചത്തിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്നിടത്ത് വെളിപ്പാട് പുസ്തകത്തിലെ സഭകൾക്കുള്ള സന്ദേശം നമ്മൾ മറന്നു പോകരുത്. ആകയാൽ മാനസാന്തരപ്പെടുക. ആ സന്ദേശമാണ് നിരന്തരമായിട്ട് സഭയിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഒരു കുറ്റപ്പെടുത്തലിന്റെ ആത്മാവ് ഒരിക്കലും സഭയിലില്ല. എപ്പോഴും മാനസാന്തരപ്പെടാനായിട്ടും പ്രത്യാശയുടെ സന്ദേശം നമുക്ക് സഭയ്ക്കുള്ളിൽ കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് അതിനോട് ഹൃദയംഗമായിട്ട് പ്രതികരിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവേ, രാത്രിക്കായിട്ട് നന്ദി പറയുന്നു. ഈ വിശ്വാസത്തിന്റെ മാർഗത്തിൽ അങ്ങേ അനുഭവിപ്പാനായിട്ട് അടികളെ വിളിച്ചതിനായിട്ട് നന്ദി പറയുന്നു. ഈ വഴിയിൽ കർത്താവെ അങ്ങയിൽ നിന്നുള്ളത് മാത്രം സ്വീകരിക്കാൻ തക്കവണ്ണം താഴ്മയും സുബോധമുള്ളവരാക്കി അടികളെ രൂപാന്തരപ്പെടുത്തണം. അവിടുത്തെ ശക്തിയിൽ ആശ്രയിച്ച് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും അവിടുത്തെ ശക്തിയിൽ ജയിപ്പാൻ തക്കവണ്ണം താഴ്മയിൽ നിൽപ്പാൻ അടികളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങ് നടത്തുന്ന വഴികളിലെല്ലാം സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആദരവും അങ്ങേക്ക് മാത്രം അർപ്പിച്ചുകൊണ്ട് അങ്ങയിൽ പുകഴ്ന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ജീവിച്ച് അടികളെ കുറിച്ചുള്ള അവിടുത്തെ ഹിതം അടികളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ തക്കവണ്ണം ആത്മാവിൽ അടികളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അടികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ.